ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരനാണ് തയ്യാറാക്കുന്നത്. ചോറിനൊപ്പമൊക്കെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. ആ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കി വരാം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 2 ബീട്രൂട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഈ തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. കൈവച്ച് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. ഉപ്പും ബീട്രൂട്ടും സവാളയും എല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വരും. നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ കൈവച്ച് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഒരു 10 മിനിറ്റ് അടച്ച് മൂടി വെക്കാം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കി തുടങ്ങാം. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നുപരിപ്പൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈവച്ച് തിരുമ്മി മാറ്റി വെച്ചിരുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് തന്നെ അടച്ച് വെച്ചാണ് ബീട്രൂട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ നല്ല വെള്ളമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തോരനിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഫ്രഷ് ബീട്രൂട്ട് ആയതുകൊണ്ട് ഇതിൽ നിന്നും സവോളയിൽ നിന്നും തേങ്ങയിൽ നിന്നും ഒക്കെയുള്ള വെള്ളത്തിലാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നനവ് പോരാ എന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഇതെന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇരുന്ന് അത് കുക്കാകട്ടെ. ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റോളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വെന്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ ജലാംശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ജലാംശമൊക്കെ വറ്റി നന്നായിട്ട് ഈ തോരൻ കുക്കായി വന്നിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരനാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. Thank you for watching.